മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യുഗാന്ത്യം. അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ദാനിയേലേ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ചു ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് പ്രതിപാദിക്കുന്ന ഭാഗമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദേവാലയത്തിൻ്റെ നാശം. യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കുവാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. യുഗാന്ത്യത്തിലേക്ക് വരുമ്പോൾ ഭീകര ദുരിതങ്ങൾ സംഭവിക്കുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മാത്രമല്ല, മാർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലുമെല്ലാം ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. 15-ാം വാക്യത്തിൽ പറയുന്നത്, ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. യൂദായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിൽ വന്ന് എന്തെങ്കിലും എടുക്കുവാൻ താഴേക്ക് ഇറങ്ങാതിരിക്കട്ടെ. വയലായിരിക്കുന്നവൻ മേലങ്കി എടുക്കുവാൻ പിന്തിരിയരുത്. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യവും കൂടി നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ, അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്തു യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവനെ പഴി പറയുകയും ചെയ്തുകൊണ്ടിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകുവാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാചു നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം സ്വർഗം മുതൽ ആരംഭിച്ചതാണ്. വലിച്ചെറിയപ്പെട്ട സാത്താനും ദൂതന്മാരുമെല്ലാം ഈ ഭൂമിയിൽ ദൈവജനത്തെ പ്രലോഭനങ്ങളാൽ നിത്യനാശത്തിലേക്ക് നയിക്കുമ്പോൾ ദൈവജനം കർത്താവായ യേശുവിൻ്റെ ദിവ്യബലിയുടെ ആ രക്ഷയിൽ നാം ആശ്രയിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ കൂടെ ആയിത്തീരുവാനുള്ള അവസരമാണ് നമ്മൾ ലഭിക്കുന്നത്. എന്നാൽ അശുദ്ധിയുടെ അരൂപികൾ വിശുദ്ധ സ്ഥലത്ത് വന്ന് ഇന്ന് സഭയെ ആക്രമിക്കുന്ന ഒരു അവസരത്തിലൂടെയാണ് കടന്നു പോകുന്നത്.
ആയതിനാൽ നാം മനസ്സിലാക്കുക, അവസാന നിമിഷങ്ങളിലേക്ക്, യുഗാന്ത്യത്തിലേക്ക് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നത് അതൊരു സത്യമാണ്. സുവിശേഷത്തിലുള്ള ഓരോ വചനവും അത് സത്യം മാത്രമേ വിളിച്ചു പറയുന്നുള്ളൂ. സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിക്കാനുള്ളതുമെല്ലാം ദൈവാത്മാവ് തൻ്റെ സുവിശേഷകരിലൂടെ എല്ലാം ദൈവജനത്തിന് നൽകിയ ആ സന്ദേശം വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരും എന്ന് തന്നെയല്ലയോ ഈ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ മനസ്സിലാക്കുക, ഇന്ന് സഭയിലൂടെ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തികൾ സാത്താൻ്റെ പ്രവർത്തനത്തിൽ പെട്ട് ദുഷ്ടാരൂപിയാൽ നയിക്കപ്പെടുന്ന മനുഷ്യരിലൂടെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നമ്മൾ ലഭിച്ചാൽ മാത്രമേ അത് തിരിച്ചറിയുവാൻ സാധ്യമാവൂ. അതിനുള്ള കൃപകൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.